അസ്സലാമലൈക്കും. ഒരു മക്രോണി ഇവിടെ കയ്യാൻ പോകുന്നു. 2021 ആ മക്രോണി പോകും. ഇപ്പൊ രണ്ടാമത് വേറൊരു മക്രോണി വന്നിട്ടുണ്ട്. ഇപ്പൊ നാട്ടിലാണ് ഇപ്പോ ഡൽഹിന്നോ അമേരിക്കന്നോ ഒരു 5-6 ആൾക്കാർ ഡൽഹിയിലായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ന്യൂസ് കേട്ടതാണ്. മറ്റേ ഞങ്ങൾക്ക് ഇപ്പൊ വിവരം കിട്ടിയൊന്നുമല്ല. ഇനിയിപ്പൊ ഇങ്ങോട്ട് ഇങ്ങൊക്കെ ഇങ്ങനെ വിവരം കിട്ടിയൊന്നും പറയുകയൊന്നും ചെയ്യണ്ട. ഇവിടെ ഗൾഫിൽ നിന്ന് ആരെങ്കിലും അങ്ങ് എന്തൊക്കെയുണ്ടെങ്കിൽ ഓൻ മക്രോണിയും കൊണ്ട് വന്നതാ, ഓൻ അതും കൊണ്ട് വന്നതാ, ഓനെ പുറത്തേക്ക് കയറി. ഇവിടെ ഇപ്പൊ ഇലക്ഷനെല്ലാം വന്ന സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാർ റോട്ടും വന്ന് മുട്ടലും തട്ടലും മുട്ടലും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തം കൊടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കലും അതൊന്നും ഇവിടെ നിയമമൊന്നുമില്ല. ഒരു ഗൾഫിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഓനെ തുടർന്ന് ലോക്ക്ഡൌണിലാക്കണം, ഓനെ അങ്ങനെ ആക്കണം, ഓനോട് വർത്താനം പറയരുത്. ഒരു ഗൾഫിലുള്ള ആൾക്കാരാണ് ഇപ്പൊ സേഫിലായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ കൂടുതലും ഇപ്പൊ ഈ കൊറോണ മക്രോണ വന്നത്. ഇപ്പൊ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഗൾഫിലെല്ലാം മാഷാ അല്ലാഹ് നല്ലൊരു ട്രീറ്റ്മെന്റ് തരുന്നത്. ആർക്കും കൊറോണ ഇല്ല, ഒന്നുമില്ല. ഇവിടെയെല്ലാം ഖത്തറിലൊന്നും തീരെ കൊറോണ ഇല്ല, കൊറോണന്റെ പേരേ ഇല്ല. അപ്പൊ ഇപ്പൊ നാട്ടിലാണ് കൂടുതൽ. നാട്ടിലുള്ള ആൾക്കാർക്ക് റോട്ടും വന്ന് അഴിഞ്ഞാടാ. ഗൾഫിൽ വന്നാൽ എനിക്ക് പുറക്കാൻ പറ്റുന്നില്ല. ഭാര്യക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, മറ്റുള്ളവർക്ക് വേണ്ട, ഉണ്ടാക്കിയ തന്തക്കും തള്ളക്കും വേണ്ട, ആർക്കും വേണ്ട. എന്താണ് നമ്മൾ ചെയ്തത് തെറ്റ്? അപ്പൊ ഇങ്ങക്ക് റോട്ടും വന്ന് മുട്ടിയിട്ടും പാടിയിട്ടും എന്നും പറഞ്ഞിട്ട് കളിക്കുകയും ചെയ്യാം, എല്ലാ സംഗതി നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നമ്മളാണ് ഇങ്ങക്ക് പ്രശ്നം വരുന്നത് അല്ലേ? ഈ ഗൾഫിൽ ഇല്ലാണ്ടായി നോക്കണം. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ള വിവരങ്ങളെല്ലാം അറിയേണ്ടിക്കണ്ടേ? മണ്ണ് നിന്നിട്ട് ജീവിക്കണ്ടേ? മണ്ണ് ഇതൊന്നും കേട്ടോ, ഇതൊന്നും നല്ല പരിപാടിയൊന്നുമല്ല. ഈ ഇലക്ഷനിലെ സമയത്തെല്ലാം നമ്മളെല്ലാരും കണ്ടതാണ്. റോട്ടും വന്ന് മാസ്കും വരെ ഇല്ലാണ്ടാണ് മുട്ടലും പാടലും മുട്ടലും ആണും പെണ്ണും മൊത്തം ആൾക്കാരെ നമ്മൾ ലോകം മുഴുവനും കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഗൾഫിലുള്ള ആൾക്കാരെ എല്ലാവരും കുറ്റം പറയേണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് കുറച്ച് നാട്ടിലുള്ള ആൾക്കാർ നിങ്ങൾ സേഫായിട്ട് നിൽക്കണോ? ഇങ്ങ് നാട്ടിലാണ് ഇപ്പൊ കൂടുതലുള്ള. അതുകൊണ്ട് നിങ്ങൾ സേഫായിട്ട് നിൽക്കുക. ഇന്ത്യയിൽ മൂന്നാമത്തെ സ്ഥാനം കേരളത്തിലും ഇന്ത്യ മൊത്തമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഈ ഗൾഫാരെ മാത്രം നിങ്ങൾ പുച്ഛിച്ചിട്ട് വർത്താൻ പറയരുത് കേട്ടോ. അത് നല്ലതല്ല. നമ്മുടെ നാട്ടിലും മൊത്തത്തിലുള്ള. അതുകൊണ്ട് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. എങ്ങനെയെങ്കിലും ഇത് നമുക്ക് സാധാരണ ഗതിയിലൊക്കെ നാവാൻ വേണ്ടി ദൈവത്തോട് എല്ലാ മതക്കാരും എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ള ഒരാളെ ഈ ഗൾഫാരെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് വർത്താൻ പറയരുത് കേട്ടുകല്ലേ. അത് നല്ലതല്ല. നിങ്ങൾക്ക് എന്തും കളിക്കാം. ഞങ്ങൾക്ക് ആ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഉള്ളിലാക്കുക, ജയിലറയിലായിട്ട് കൊണ്ടുവരുന്ന മതി കൊണ്ടുവരുക. നിങ്ങൾക്ക് റോട്ടും വന്ന് പാടുകയും ചെയ്യുക, ആടുകയും ചെയ്യുക, മുത്തുകയും ചെയ്യുക, എന്തും ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കൊറോണ ഒന്നും വരില്ല. ഈ ഗൾഫിലുള്ള ആൾക്കാർക്ക് മാത്രമേ കൊറോണ വരുന്നുള്ളൂ. ഇത് നല്ലതല്ല. ആരാപ്പ പിടിക്കുന്നത് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കാണ് ഒരു കോള് വരിക. ആയിക്കോട്ടെ, സ്ഥലമില്ല. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. അത് തന്നെ മെയിനായിട്ട്. ഇതൊന്നും പറയുന്നില്ല ആർക്കും. ഇങ്ങോട്ട് പൊങ്കാല ഇടുകയൊന്നും വേണ്ട. പൊങ്കാല ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കാര്യങ്ങൾ